കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ 2025 പോയി. അതിനി എനിക്ക് തോന്നുന്നതാണോന്നറിയത്തില്ല. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. നിനക്ക് മാനസിക പ്രശ്നം എന്തെങ്കിലും ഉണ്ടോന്നുള്ളതല്ലേ പേടി? പ്രത്യേകിച്ച് അതൊരു പ്രശ്നമുള്ളതൊന്നല്ല. എൻ്റെ കാരണം നമ്മളെല്ലാവരും ഭയങ്കര തിരക്കിട്ട ജീവിതമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കാലത്ത് എഴുന്നേൽക്കുന്നു, കുറേ നേരം ഫോൺ നോക്കുന്നു, റെഡിയാവുന്നു, ജോലിക്ക് പോകുന്നു, തിരിച്ചു വരുന്നു, വീട്ടിലത്തെ കാര്യങ്ങൾ നോക്കുന്നു, വീണ്ടും ഫോൺ നോക്കുന്നു, കിടന്നുറങ്ങുന്നു. അപ്പോൾ ഇത് ആക്ച്വലി ഒരു റൂട്ടീനാണ്. വലിയ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ നമ്മുടെ ബ്രെയിൻ ഇതൊന്നും പെർസീവ് ചെയ്യുന്നില്ല. അപ്പോൾ 2025 എന്തൊക്കെ കാര്യങ്ങളാണ് ഓർമ്മയുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഗെറ്റ് ടുഗതറുകളും ഓണം സെലിബ്രേഷനും അതുപോലെ ട്രിപ്പ് പോയതും മാത്രമേ ഓർമ്മയുണ്ടാവുള്ളൂ. അത് മാത്രമേ നമ്മുടെ ബ്രെയിൻ പെർസീവ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ബ്രെയിൻ്റെ പെർസെപ്ഷൻ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് നമ്മൾ സ്കൂട്ടറിലാണ് എന്നും ഡെയിലി ജോലിക്ക് പോകുന്നതെങ്കിൽ ഒന്ന് ബസ്സിൽ പോയി നോക്കി നോക്ക്. നമ്മൾ അന്ന് വരെ കാണാത്ത കുറേ കാര്യങ്ങൾ കാണാൻ തുടങ്ങും. കാരണം നമ്മൾ ബ്രെയിൻ റിലാക്സ് ആയി കുറച്ചും കൂടി കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങും. അതുപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ തന്നെ ഒന്ന് പുറത്തിറങ്ങി ചുറ്റും നോക്കി നോക്ക്. നമ്മൾ അതുവരെ കാണാത്ത പല കാര്യങ്ങളും ചിലപ്പോൾ ഒരു കിളി കൂട് വെച്ചതൊക്കെ നമ്മൾ കാണാൻ തുടങ്ങും. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ ഒബ്സർവ് ചെയ്യാത്തത് കൊണ്ടും നമ്മൾ ടൈം കൊടുക്കാത്തത് കൊണ്ടാണ് അതൊക്കെ സംഭവിക്കുന്നത്. അതുപോലെ ഒന്ന് ഡെയിലി എക്സസൈസ് ചെയ്യുന്നത്, ഫോണിൻ്റെ യൂസേജ് കുറയ്ക്കുന്നത്, ഈവൻ ഭക്ഷണം കഴിക്കുമ്പോൾ പോലും ഫോൺ തോണ്ടിക്കൊണ്ടിരിക്കുന്നത്, അതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്താൽ തന്നെ നമ്മൾ കുറേ കാര്യങ്ങൾ ബെറ്റർ ആക്കും.